ലല്ലപ്പനാണോ ഉണ്ടാക്കിയത്? ആണോ? ഫുൾ മോനാണോ ഉണ്ടാക്കിയേ? അപ്പാപ്പ ഉണ്ടാക്കിയത്. എന്റെ പൊന്നി തൊട്ടോ അയ്യേ തൊട്ടോടാ. അപ്പാപ്പ തലേപ്പ പിടിച്ചിട്ട് അതൊന്നും ചെയ്യില്ല. അത് നന്നായി. നമ്മൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസിന്റെ നൈറ്റ് വൈബ് കാണാൻ പോവാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നപ്പോ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് പ്രമാണിച്ച് ഞാനിന്ന് വെള്ള ഡ്രസ്സിലൊക്കെയാണ്. നമ്മൾ നേരെ ഇരിങ്ങാലോടേക്ക് പോവാണ്. പോണ വഴിക്ക് അപ്പോൾ ഒന്ന് കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മിജാനും പിള്ളേരും കൂടി കരിക്ക് കുടിക്കാൻ ഇറങ്ങിക്കാണ്. ഞാനും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ ആണ്. സോറി, ക്രിസ്മസ് ഭയങ്കര ഒരു സെലിബ്രേഷൻ ഒന്നുമില്ല, ക്രിസ്മസ് വ്ളോഗാണ്. സോ വാ കാണിച്ചു തരാം. മതിയിടൂ. കരിക്കെന്ന് പറഞ്ഞ പറ്റിച്ചു എനിക്ക്. കരിമ്പ് എന്ത് നല്ല വെയിലുണ്ട്. യെസ്, നമ്മളെങ്ങനെ ഇവിടെ പറ. എന്നേക്കാൾ നല്ല സൂപ്പറായിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പറയാടോ. എന്തിവിടെ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മള് ഫുഡ് കഴിക്കാറുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ ജ്യൂസ് കുടിക്കാം. ചായ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം പറയാനുണ്ട്, കുറെ കാര്യങ്ങൾ. ചേച്ചിമാനെ നമ്മൾ പറ്റിച്ചിരിക്കുകയാണ്. നമ്മള് വേറെ സ്ഥലത്തേക്കാണ് പോണേന്നൊക്കെ പറഞ്ഞ് അപ്പടെ കൂട്ടാന്റെ വീട്ടിലും പിന്നെ കസിന്റെ വീട്ടിലും പോണെന്നൊക്കെ പറഞ്ഞു. മറ്റേ കായ ചോദിക്കട്ടെ കേട്ടാ. ഏത് കാര്യം? അപ്പന്റെ കായ വീട്ടിത്തെ. അപ്പന്റെ വീട്ടിലത്തെ ഏത് കാര്യം? അപ്പന്റെ ഫ്രണ്ടിന്റെ. അല്ല, അപ്പയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോണേന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്ത് തോന്നി? നിനക്ക് മനസ്സിലായോ? പിന്നെ അവന് നേരത്തെ അറിയാ പോണാര്യൊക്കെ പറഞ്ഞാൽ കൂടെ പോണാര് പറയേ. മനസ്സിലായ? നമുക്കതിട്ട് ഇന്ന് തന്നെ പോണം തിരിച്ചെറണാകുളത്തേക്ക്. നമുക്ക് ഇന്ന് തന്നെ എറണാകുളത്തേക്ക് തിരിച്ചു പോണട്ടാ. അതല്ല, നമ്മൾ ഇന്ന് വൈകുന്നേരം പോവും, തിരിച്ചു പോവും ട്രെയിനില്. ഇന്ന് നൈറ്റ് പോവും നമ്മൾ തിരിച്ചെറണാകുളത്തേക്ക്. ഞങ്ങളുടെ നാട് എങ്ങനെയാന്ന് വിചാരിച്ചു നിങ്ങള്? മൂട് എടോ, ഞാൻ വീഡിയോ എടുക്കാടോ. കയ്യിലേക്കിട്ട് കാണിച്ചു. BJP ഇതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യില്ല. ഈശോയെ, ആരും ഇല്ലേ? എല്ലാരും ഉറങ്ങാൻ തോന്നുന്നുണ്ട്. ആന്റിയുടെ അങ്ങളുടെ വണ്ടി കാണാണ്ടല്ലോ. പിള്ളേര് ഉറങ്ങായിരിക്കും ചിലപ്പോട്ടാ. ഷണ്ട് എനിക്ക് ഇഷ്ടായില്ല. സമയമില്ലാത്ത കാരണം ഞാൻ ഉടായ്പ കാണിച്ചു തുന്നാ ചെയ്തേ. അതെ അതെ. ദേ വെള്ളം വരുന്നേ. സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. രണ്ട് മീനൂടായിരുന്നു. ലല്ലപ്പനാണോ ഉണ്ടാക്കിയത്? ആണോ? ഫുൾ മോനാണോ ഉണ്ടാക്കിയേ? അപ്പാപ്പ ഉണ്ടാക്കിയത്. എന്റെ പൊന്നി. എവിടേക്കാ? കാറിലാ? ഒന്നും അടച്ചിട്ടില്ല അല്ലേ? ഇപ്രാവശ്യത്തെ നമ്മുടെ സ്പെഷ്യൽ സാധനം എന്താ പറയാ? സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിലും മെയിൻ സ്പെഷ്യൽ ചിച്ചു അച്ചാച്ചനും അവരുടെ ഫ്രണ്ട്സും അവരുടെ സ്വന്തം കൈ കൊണ്ട് പിടിച്ച ബ്രാലുണ്ട്. കാണിച്ചു തരാട്ടോ ഞാൻ.
കൊന്നിട്ടില്ല അപ്പൻ. നമുക്ക് രാത്രിക്ക് എടുക്കാൻ വേണ്ടി വെച്ചേക്കാം. സൂപ്പർ വലുതാണല്ലേ. ഇത് എത്ര ഉണ്ടാവും അപ്പ അത്? അപ്പ തട്ടല്ലടോ. തട്ടല്ലേപ്പാ. ഇഷ്ടായോ പയ്യനെ? അങ്ങനൊന്നും ചെയ്യല്ലേ. ഓക്കെ. ചേച്ചി നോക്കിക്കോടൊക്കെ. സൂപ്പർ. ഇഷ്ടായ? തൊട്ടോ? അയ്യേ തൊട്ടോടാ. അപ്പൊ തലേപ്പ പിടിച്ചിട്ട് അതൊന്നും ചെയ്യില്ല. അത് നന്നായി. എന്താ അവിടെ പരിപാടി? അശ്ശോ എന്തൊരു സ്നേഹം, ഭയങ്കര ഒത്തൊരുമ. കട്ടൻ വിത്ത് പുട്ടെന്ന് പറഞ്ഞാൽ ലുഡോ വിത്ത് ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ. വലിയപ്പനെ ഔട്ടാക്കിയാനുള്ളതാണോ? അമ്മേത് ആരുടെ കണ്ണാടിയ? നമ്മളിപ്പോ നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പുൽക്കൂടുകളൊക്കെ കാണാൻ പോവാം. നമ്മുടെ പള്ളിയത്തെ, പിന്നെ ഔട്ടത്തൊരു പള്ളിയത്തെ, പിന്നെ ഇനിയാറൊരു പള്ളി. ഈ 3 പള്ളിയാണ് ഇപ്പം മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ പിള്ളേര് ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യതയുണ്ട്, ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം. അപ്പം ഞാനൊരു ഡ്രസ്സ് തപ്പാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇച്ചായ മാറിയിട്ടില്ലല്ലോ. ഇതാണോ ഇച്ചായ ഇടണേ? ഇച്ചായ ഇതാണോ ഇടണേ? എവിടെ ഫോട്ടോ? ഓ മൈ ഗോഡ്, മൈ ലിറ്റിൽ ബോയ് ഈസ് വെരി ഹാൻസം. ഹായ് പറഞ്ഞോ. ഹായ്. അശ്ശോ നശിപ്പിച്ചു. ഇപ്പൊ 11 അംഗം വെട്ട്. കർത്താവേ, കണ്ണട പോനിന്റെ ഒന്നില്ലേ? വലിപ്പപ്പോട് പറയും. വലിപ്പപ്പേ ചേട്ടാ കണ്ണ ചേട്ടാ കൊടുക്കടാ, പാവണ്ടടാ. ഒരു കണ്ണാടി ഉണ്ട്, ഒരു 2 ചേട്ടന്മാരല്ലല്ലോ. ഒരു ചേട്ടനും ഒരു അനിയനും ഉണ്ട്. ഇനി എനിക്ക് ഞാനൊരു ഡ്രസ്സ് തപ്പട്ടെ. നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസിന്റെ നൈറ്റ് വൈബ് കാണാൻ പോവാണ്. പിള്ളേരൊക്കെ കാരണകത്താക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ കയറാനുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പള്ളികൾ മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഓൺ ദ വേ നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും. നമ്മുടെ പുൽക്കൂടിന്റെ രാത്രി കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള സംഭവം. നമ്മുടെ വീടും ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പൻ സെറ്റ് ചെയ്തിരിക്കുന്നേന്നുള്ളത്. ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ. ഉണ്ണീശോ ഉറങ്ങുവാണ്. നമ്മുടെ കുളത്തില് പദം നിറഞ്ഞിരിക്കാനുണ്ട്. രാത്രി കഴിഞ്ഞ മഞ്ഞുണ്ടാവില്ലേ? പതയല്ല, മഞ്ഞാണ്. മഞ്ഞ്. അതുകൊണ്ട് എന്താ അവിടെ ആരൊക്കെയോ പടക്കമൊക്കെ പൊട്ടിക്കണ്ടോ? ഒന്നും കാണുന്നില്ല അല്ലേ, സൗണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ദേ വരുന്നോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള സംഭവം. ഇനി ഞാൻ നേരെ കറി കയറട്ടെ. ഇനി ഞാൻ കറി കയറില്ലെങ്കിൽ ദൈവരെടുത്ത് കൊണ്ടുപോകണം, എന്നെ കൊണ്ടുപോകാണ്ട്. അയ്യോ ഞാനുണ്ട്. തുറക്ക്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കരോൾ കോമ്പറ്റീഷനൊക്കെ നടക്കുമായിരുന്നു. ലാസ്റ്റ് സോങ് ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരത്തൊക്കെ കേട്ടു. പിന്നെ പിള്ളേർക്ക് ഓടിച്ചാടി കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരും അങ്ങനെ കളിയും ബഹളമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാറൊക്കെ കാണാനായിട്ട് വന്നത്. അപ്പോൾ സീരിയൽസിൽ സ്റ്റാറൊക്കെ ഒന്ന് കണ്ടപ്പോൾ പഴയ സീരിയൽസ് ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു. നല്ല രസമുള്ളൊരു വൈബായിരുന്നു അത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോകാനായിട്ട് വിചാരിച്ചത് ഔട്ടത്തൊരു പള്ളിയിലേക്കാണ്. ഇരിങ്ങാലക്കുട പള്ളിയിൽ നമ്മൾ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഔട്ടത്തൊരു പള്ളി വന്നിട്ടോ. അപ്പോൾ ഇവിടുത്തെ പുൽക്കൂടി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വലിയ രാജാക്കന്മാരും കയറ്റി നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഇങ്ങനെ നല്ല വലിയ സൈസിലൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ചിലപ്പോൾ ഇഷ്ടമായോ നിങ്ങൾക്ക്? സൂപ്പർ. സൂപ്പർ. ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കേ. സൂപ്പർ. കൈ കൊണ്ടാണ്. ഓക്കെ സെറ്റ്. എന്നെ മാമോദീസ മുഖ്യ എൻ്റെ പള്ളിയും കൂടിയാണ് കേട്ടോ, തുത്തൂര് പള്ളി, ആനിയമ്മയുടെ പള്ളി.
അപ്പുറത്ത് കുറേ ട്രീകളുണ്ട്. ആ ട്രീമേ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചിലപ്പോൾ ഇങ്ങ് വായോ, വാ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം ആരും ഇല്ലാത്ത കാരണം നമുക്ക് നല്ല രസമുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ കുറേ പേരാകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഒരു ചമ്മൽ അത്രേ ഉള്ളു, വേറെ ഒന്നും അല്ല കേട്ടോ. വേറെ ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പള്ളിയിലെ അച്ഛനും പിന്നെ തിരുകുടുംബം നമ്മളും മാത്രം. അപ്പോൾ നമ്മുടെ പിള്ളേർ പക്ഷേ ഉറക്കമായ കാരണം എനിക്ക് പിന്നെ പുറണ്ടിരിക്കാൻ വേറെ വഴിയില്ല. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.